ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ജർമ്മനിയിലെ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലെ ഹാം എന്നുള്ള സ്ഥലത്ത് ഒരു കാമാക്ഷി അമ്മൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ തിരുവിഴയും അതുപോലെ ഈ ടെമ്പിളിൻ്റെ നേരത്തെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവർ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ടെമ്പിളിലേക്ക് ഞങ്ങൾ പോകുന്നത് ഒന്നിച്ച്. അപ്പോൾ മെയിനായിട്ടും അതിനൊരു റീസൺ ഉണ്ട്. ഇവർ വന്നതിന് ശേഷം ഇവരെ കൂട്ടി അവിടേക്ക് ഒന്നിച്ച് ചെല്ലാമെന്ന് എനിക്കൊരു നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വഴി തെറ്റട്ടെ. അയ്യോ, കുഞ്ഞാവയ്ക്ക് വഴി തെറ്റിയോ? വെള്ളം. എന്തു അത്? പാർക്കാ? പെരുമ്പാർക്ക്. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 3 മണിക്കൂറോളം ദൂരമുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട്. അപ്പം ചില സമയങ്ങളിൽ അതിനെക്കാട്ടി കൂടുതൽ എടുക്കും, ചിലപ്പോൾ കുറവ് എടുക്കും. കാരണം നമുക്ക് ഡയറക്റ്റ് ട്രെയിനൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് എത്തും. കണക്റ്റഡ് ട്രെയിനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആവുകയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ടൈം എടുക്കും നമുക്ക്. അപ്പം നമ്മളിപ്പോൾ ക്രിഫിൽഡ് ഹൗപ്റ്റ് ബാൻഹൂഫിൽ നിന്ന് നേരെ ഡൂയിസ്ബർഗിൽ നിന്ന് നേരെ നമ്മൾ ഹാം വെസ്റ്റ് ബാൻഹൂഫിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ബാൻഹൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും ബാൻഹൂഫ് എന്നേ വരത്തുള്ളൂ. അത് ജർമ്മൻ വാക്കാണ് ബാൻഹൂഫ് എന്നുള്ളത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ടെമ്പിളിലേക്ക് പോകാനായിട്ട് ആ ഒരു ബാൻഹൂഫിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ബസ്സുണ്ട്. അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് ഈ ടെമ്പിളിലേക്ക് ഒരു ബസ് ഉണ്ടാവും. ബസ് നമ്പർ 5 ആണ്. ഉൺട്രോപ്പ് എന്നാണ് ആ ബസ്സിൻ്റെ ആ ഒരു സ്ഥലപ്പേര് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അത് ഓരോ മണിക്കൂർ ഇടവിട്ടൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെല്ലുമ്പോഴത്തേക്കിനും ആ ഒരു ബസ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ 1 മണിക്കൂർ അവിടെ സ്റ്റക്കാവും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ എന്തായാലും രാവിലെ പോകണം എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്. പക്ഷേ പിള്ളേരെ ഒരുക്കി പിടിച്ച് വരുമ്പോൾ തന്നെ ഇപ്പം നമുക്കറിയാമല്ലോ, വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു സമയമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നമ്മളവിടെ ചെല്ലുമ്പോഴേക്ക് 1 മണിയാകുമ്പോൾ എന്താ പറയുന്നത്, ടെമ്പിൾ അടച്ചു പോവും. പിന്നെ നമുക്ക് ടെമ്പിളിൽ കയറി തൊഴാനായിട്ട് പിന്നെ 5 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ രാവിലെ ടെമ്പിളിൽ എത്തുക എന്ന് പറയുന്നത് എനിക്കൊട്ടും പോസിബിൾ അല്ല. ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ. അതായത് വൈകിട്ട് 5 മണിക്ക് പിന്നെ അത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. 7 മണി വരെ പിന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ എത്തത്തക്ക രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം നമ്മൾ ലാസ്റ്റ് ടൈം ഈ അമ്പലത്തിൻ്റെ ആ ഒരു ഉത്സവത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു ഈ അമ്പലം വീക്കെൻഡിൽ ഓപ്പൺ ചെയ്യുമോ എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഓഫ് വരുന്നത് വീക്കെൻഡിലാണ്. അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ അമ്പലത്തിൽ വരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അപ്പം ഈ അമ്പലം എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യും. ഇപ്പോൾ രാവിലെ ഏകദേശം രാവിലെ 8 മണിക്ക് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 മണി വരെ ഉണ്ട്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 5 മണി തൊട്ട് 7 മണി വരെ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 5 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് ഏകദേശം ഒരു 6 മണിക്ക് ആകുമ്പോഴാണ് ഇവിടെ വൈകുന്നേരത്തെ ദീപാരാധന. അപ്പം ഞാൻ നേരത്തെ ആദ്യമൊക്കെ വരുന്ന സമയത്ത് ദീപാരാധനയ്ക്ക് മുന്നേ അമ്പലത്തിൽ തൊഴുതിട്ട് അങ്ങ് പോകുമായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ദൂരം തിരിച്ചു പോകണതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. കാരണം വെച്ചാൽ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോകുമായിരുന്നു. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. എന്താ പറയുന്നത്, നമ്മുടെ ശരിക്കും വിസയുടെ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാനിവിടെ വന്ന് ഒരു ദിവസം ഫുള്ള് ഇവിടെ ഇരുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ വന്നാലും മിക്കവാറും ഉച്ചയ്ക്ക് നമുക്കിവിടെ ഭക്ഷണം ഉണ്ടാവും, ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഞാൻ രാവിലെ വന്നു, ഫുള്ള് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്ക് അമ്പലം ഓപ്പൺ ചെയ്ത് ദീപാരാധനയും കണ്ട് തൊഴുതിട്ടാണ് ഞാൻ അന്ന് തിരിച്ചു പോയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം മനസ്സിനൊരു വിഷമം തട്ടിയ സമയത്ത് എനിക്ക് വേറെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം എന്നെക്കൊണ്ട് മിക്ക പ്രശ്നങ്ങളും ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ
നമുക്ക് ഇനി എന്നെക്കൊണ്ടൊന്നും ചെയ്യാനില്ല, എൻ്റെ സൈഡിൽ നിന്ന് ഒന്നും ചെയ്യാനില്ല, ഇനി എന്ത് ചെയ്യും എന്ന് നമുക്ക് ആ ഒരു വിഷമം തട്ടിയിട്ട് നമുക്ക് മനസ്സ് കൈവിട്ട് പോകുന്ന സമയത്ത്, നമുക്ക് വേറെ ഒരു ആശ്രയമില്ല എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ വന്നങ്ങനെ ഇരുന്നതാണ്. അപ്പം നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന കേട്ടില്ലേ, ആ ഒരു ഫീലായിരുന്നു എനിക്കിവിടെ വന്ന സമയത്ത്. എനിവേ എന്തായാലും ഇവിടെ വന്ന് ലാസ്റ്റ് ടൈം ഞാൻ ആ ഒരു ദിവസം വളരെ സമാധാനത്തിലാണ് ഇരുന്നത്. കാരണം അല്ലാത്ത ദിവസമെല്ലാം എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഇത് ശരിയാവുന്നില്ലല്ലോ, എന്താകും, നൂറുകൂട്ടം ചിന്തകളാണ്. എനിവേ ഇവിടെ വന്നിരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ചിന്തകളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റി, ഒരു സമാധാനം മനസ്സിന് കിട്ടി. അങ്ങനെ ആ ഒരു ദിവസം ഞാൻ അവിടെ ഇരുന്ന് ദീപാരാധനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി. എനിവേ എന്തായാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടാണോ എന്താണെന്നറിയില്ല, എൻ്റെ വെക്കേഷൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളായാലും, കാരണം ഞാൻ പെട്ടെന്ന് പ്ലാൻഡ് ആയിട്ടുള്ളൊരു വെക്കേഷൻ ആയിരുന്നില്ല എൻ്റെ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് പോകണമെന്ന് ഞാൻ അവരോട് പറഞ്ഞ് വാങ്ങിച്ചൊരു വെക്കേഷനാണ്. നമ്മൾ സാധാരണ ഇവിടെ വെക്കേഷന് പോകണമെങ്കിൽ നേരത്തെ കൂട്ടി നമ്മൾ അവരെ ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തോ പറ്റണില്ല, കാരണം എനിക്കൊരു ചേഞ്ച് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി പറ്റണില്ല, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡാണ്, എനിക്ക് ഒരു ചേഞ്ച് വേണം, അതുകൊണ്ട് എനിക്കിനി ഡ്യൂട്ടി ചെയ്യാൻ വയ്യ, ഞാൻ നാട്ടിലേക്ക് ലീവിന് പോകണം എനിക്കെന്ന് നിർബന്ധം പിടിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് തരാനായിട്ട് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എനിവേ എന്തായാലും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് തന്നെ ലീവ് സാങ്ഷനായി. അതുപോലെ തന്നെയാണെങ്കിൽ ഞാൻ പോകുന്നതിൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് അതുവരെ വിസ കിട്ടുമോ കിട്ടത്തില്ലയോ എനിക്കറിയില്ലായിരുന്നു. നാട്ടിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസം വൈകിട്ടാണ് എനിക്ക് വിസ സാങ്ഷനായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റി. അപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ് ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വന്നപ്പോൾ ആദ്യം തന്നെ ഇവരെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളൊരു എനിക്ക് നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ സന്ധ്യയായി കേട്ടോ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ രാത്രി ആയതുപോലെ തോന്നുന്നുണ്ട്, ഒരു 6 മണി 7 മണിയുടെ ഒരു ഫീലാണ് നമുക്ക്. പക്ഷേ അത്ര ആയിട്ടില്ല, 4 മണിയൊക്കെ ആകുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ അവിടുന്ന്, അതായത് ഹാം വെസ്റ്റ് ബാൻഹൂഫിന്ന് ബസ് കയറി നമ്മൾ ഈ ഒരു ടെമ്പിൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ശകല ദൂരം നടക്കാനുണ്ട്, ഇച്ചിരി മുന്നോട്ട് നടന്ന് റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ടെമ്പിളിൻ്റെ അവിടെ എത്തും. ഇതാണ് കണ്ടില്ലേ, ഹിന്ദു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേര് തന്നെ. അപ്പോൾ ഇവിടുന്ന് ഇച്ചിരി ദൂരം നടക്കാനുള്ളൂ കേട്ടോ. റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ടെമ്പിളിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാമിലെ കാമാക്ഷി അമ്മൻ ടെമ്പിൾ. നമ്മുടെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ പണികളൊക്കെ നടക്കുവാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ മെയിൻ എൻട്രൻസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇപ്പോൾ സമയം 4:30 ആകുന്നതേ ഉള്ളൂ കേട്ടോ, രാത്രിയായിട്ട് തോന്നുന്നതാണ്. ഇവിടെ 4:30 ആകുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ 5 മണിയാകുമ്പോൾ അമ്പലം ഓപ്പൺ ചെയ്യും. അപ്പോൾ ഫ്രണ്ടിൽ പണി നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ കൂടെ വേറൊരു എൻട്രൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഇപ്പോൾ 5 മണിക്ക് ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അകത്തേക്ക് നമുക്ക് കയറാം. മോനെ ചെരുപ്പൊക്കെ ഊരണം, ചുമ്മാ കയറി പോകല്ല. ഷൂ ഒക്കെ ഇവിടെ ഇടണം, ഷൂ ഒക്കെ ഇവിടെ ഊരിയിടാം. അപ്പോൾ ഈ ഒരു അമ്പലത്തിലെ മെയിൻ ശ്രീകോവിലിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കാമാക്ഷി അമ്മൻ അല്ലെങ്കിൽ ദേവിയാണ്. അതുകൂടാതെ ചുറ്റുമുള്ള ചെറിയ ശ്രീകോവിലുകളിൽ ഗണപതി, ശിവൻ, അയ്യപ്പൻ, അതുപോലെ നവഗ്രഹങ്ങൾ, മഹാവിഷ്ണു, അങ്ങനെ എല്ലാ പ്രതിഷ്ഠകളും ചുറ്റുമുള്ള ശ്രീകോവിലുകളിലുണ്ട്.
അപ്പോൾ മെയിൻ ശ്രീകോവിലിലെ ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ചെറിയ ശ്രീകോവിലുകളിലും ദീപാരാധനയുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ടെമ്പിൾ, അതിനോടൊപ്പം തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൗസ് ലാൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫോറിനേഴ്സ് ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ അമ്പലത്തിലെ ആ ഒരു കാര്യങ്ങളും ഇവിടുത്തെ രീതികളും ഒക്കെ കണ്ട് മനസ്സിലാക്കാനും, അതുപോലെ ഒരുപാട് പേര് വന്നിവിടെ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ തന്നെ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ഇവിടെ അലൗഡാണ്. പക്ഷേ ഇവിടെ അകത്ത് പൂജ നടക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 6:55 നമുക്ക് തിരിച്ച് ഹാം വെസ്റ്റ് ബാൻഹൂഫിലേക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് എന്തായാലും ഭാഗ്യത്തിന് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തിരിച്ച് നമുക്ക് ഓരോ മണിക്കൂർ ഇടവിട്ടേ ബസ്സുള്ളൂ. അപ്പോൾ ഒരു ബസ് നമുക്ക് മിസ്സായാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് ബസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ദീപാരാധനയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ 6:30 കഴിഞ്ഞു. പിന്നെ കുറച്ച് ടൈമേ ഉള്ളായിരുന്നു. അപ്പം ബസ് സ്റ്റോപ്പ് വരെ നമ്മൾ ഓടിയാണ് വന്നത്. ഏതായാലും ദൈവാധീനം ബസ് മിസ്സായില്ല. അപ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റേ ഉള്ളൂ കേട്ടോ നമുക്ക് ഹാം വെസ്റ്റ് ബാൻഹൂഫിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ആ ഒരു ബാൻഹൂഫിൻ്റെ ഫ്രണ്ടിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ ട്രീ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും ഞങ്ങൾ ഓടിപ്പോയി അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷമാണ് അവിടുന്ന് ട്രെയിൻ കയറിയത്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്മസ് ആയിട്ടില്ല, ഡിസംബർ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഇത്രയും അലങ്കാരങ്ങളൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് ആകുന്ന സമയത്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ ക്രിസ്മസ് നമ്മുടെ വയനാട് മാർക്കറ്റിൽ അല്ലെങ്കിൽ ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ നമ്മൾ പോകാനിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ വഴിയെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹാം വെസ്റ്റ് ബാൻഹൂഫിൽ നിന്ന് നേരെ ഡൂയിസ്ബർഗിൽ നിന്ന് നേരെ ക്രിഫിൽഡ്, അതാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ എന്താ പറയുന്നത്, 10 മണിയോടെ ഇവിടെ എത്തുമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. പക്ഷേ ഡൂയിസ്ബർഗിൽ വന്നിട്ട് 1-2 ട്രെയിനൊക്കെ ക്യാൻസൽ ആവുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കുറേ കൂടെ ലേറ്റായി. ഏകദേശം ഒരു 11-11:30 ഞങ്ങൾ വീട്ടിലെത്തിയത്. Planmäßige Ankunftszeit 20:36 Uhr, heute 20:39 Uhr.